ഗുഡ് ഈവനിങ് ഓൾ. ദിസ് ഈസ് സിയാദ് ഇലിക്കൽ. എല്ലാ ദിവസവും വൈകിട്ടുള്ള പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. നിഫ്റ്റിയുടെ മന്ത്ലി എക്സ്പയറി, അത് മാത്രമല്ല ഈ ഇയറിലെ അവസാനത്തെ എക്സ്പയറി ആണ് നാളെ ഉള്ളത്. അതിന് മുമ്പേ തന്നെ നിഫ്റ്റി പല പ്രാവശ്യവും 26,000 താഴെ പോയതുപോലെ ഇന്നും 26,000 താഴെ പോയി. നിഫ്റ്റിയിൽ പ്രധാനമായിട്ടും ഇടിവ് രേഖപ്പെടുത്തിയിട്ടുള്ള കമ്പനീസ് പവർ ഗ്രിഡ്, HCL ടെക്, അദാനി പോർട്ട്, ട്രെൻഡ്, മാക്സ് ഹെൽത്ത് കെയർ കമ്പനീസാണ്. സ്റ്റീൽ സെക്ടർ ഇന്ന് സസ്റ്റെയിൻ ചെയ്തു. ടാറ്റ സ്റ്റീൽ, കൂടാതെ ടാറ്റ കൺസ്യൂമർ പ്രൊഡക്റ്റ്, ഗ്രാസിം, ഏഷ്യൻ പെയിൻറ്റ്, നെസ്ലെ തുടങ്ങിയ കമ്പനീസ് ഇന്ന് സസ്റ്റെയിൻ ചെയ്തു. നിഫ്റ്റി മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. പിന്നീട് ഒരു 26,105 ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് ശക്തമായിട്ടുള്ളൊരു ഫോള്, ഇൻട്രാഡേ ഹൈയിൽ നിന്ന് 156 പോയിൻ്റ് ഒരു ഫോള് രേഖപ്പെടുത്തി. ഗ്ലോബൽ മാർക്കറ്റ് നോക്കുമ്പോൾ ഏറ്റവും താഴെ ട്രേഡ് ചെയ്യുന്ന 3 യൂറോപ്യൻ മാർക്കറ്റും ഫ്ലാറ്റാണ്. ഇന്ത്യ വിക്സ് ഇന്ന് 6% സ്പൈക്ക് ചെയ്ത് 9.74. ജപ്പാൻ, കൊറിയ, ചൈന മാർക്കറ്റുകളെല്ലാം തന്നെ ഫ്ലാറ്റാണ്. ഏറ്റവും ടോപ്പിൽ നിന്ന് 6ാമത് കാണാം XAU/USD. ഗോൾഡ് $75 പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. കൂടെ 4,457 ആയിട്ടുണ്ട്. ബിറ്റ്കോയിനും $500 ഇടിഞ്ഞു, 87,000. ഡോ ഫ്യൂച്ചർ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് നെഗറ്റീവാണ്. അങ്ങനെ മാർക്കറ്റ് ഗ്ലോബലി ഒന്നടങ്കം ഒരു പ്രത്യേകിച്ചൊരു മൂവ്മെൻറ്റും ഇല്ലാതെ മാർക്കറ്റ് വ്യാപാരം അവസാനിപ്പിച്ചു. ടൈമെക്സ് ഗ്രൂപ്പെല്ലാം തന്നെ 7% ഫോൾ ഉണ്ടായിരുന്നു. പ്രൊമോട്ടേഴ്സ് ഗ്രൂപ്പ് ഇവിടെ സ്റ്റേക്ക് സെല്ല് ചെയ്യുന്ന ന്യൂസ് നമ്മൾ പ്രീ മാർക്കറ്റിൽ ഡിസ്കസ് ചെയ്തു. അപ്പോൾ എല്ലാ ദിവസവും രാവിലെയും 7:30 മുമ്പായിട്ട് നമ്മുടെ പ്രീ മാർക്കറ്റ് സെക്ഷൻ ഉണ്ട്. പരമാവധി ആളുകൾ അത് കാണാൻ ശ്രമിക്കുക. ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ ഏകദേശം 79,000 കോടി രൂപയുടെ പ്രൊക്യൂർമെൻറ്റ് അപ്രൂവ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഇന്ന് പ്രധാനപ്പെട്ട ഡേറ്റ ഉണ്ടായിരുന്നത് ഇന്ത്യയുടെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷനാണ്. അത് 3.3 ഉയർന്നു. 2.7 ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് 3.3 ഉയർന്നു എന്നുള്ള ഒരു ശുഭവാർത്തയാണ് ഉള്ളത്. ഇനി നമുക്ക് നമ്മുടെ സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് നമുക്ക് പോകാം. നമുക്ക് അടുത്ത നമ്മുടെ കൊച്ചിയിലെ ക്ലാസ് വരുന്നത് 10-11 ഡേറ്റുകളിലാണ്. ഓഫ്ലൈനായിട്ട് 10-11 ഡേറ്റുകളിൽ സ്വിങ്ങും കംപ്ലീറ്റ് FN അതിനർത്ഥം നമ്മൾ ഡെറിവേറ്റീവിലെ സ്റ്റോക്ക് ഓപ്ഷനും ഇൻഡെക്സ് ഓപ്ഷനും ക്രിപ്റ്റോയും കമ്മോഡിറ്റി ഓപ്ഷനും എല്ലാം കൂടി അടങ്ങിയ ക്ലാസ് 11-ാം തീയതിയും 10-ാം തീയതി ബേസിക്കിൻ്റെ ക്ലാസ്സാണുള്ളത്. അപ്പോൾ നിങ്ങൾ സീറ്റിൽ നിന്ന് തന്നെ ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ബൈ സെൽ റെക്കമെൻഡേഷൻ അല്ല. L&T കമ്പനി 15,000 കോടി രൂപയുടെ ഓർഡർ കമ്പനിക്ക് ലഭിച്ചു. ഒനാസ കൺസ്യൂമർ കമ്പനി ഇവരുടെ പ്രൊമോട്ടേഴ്സ് തന്നെ കമ്പനിയുടെ സ്റ്റേക്ക് അക്യൂർ ചെയ്തു ഓപ്പൺ മാർക്കറ്റിൽ നിന്ന്. വിക്രാൻ എഞ്ചിനീയറിംഗ് കമ്പനി 5,700 കോടി രൂപയാണ് ഇവരുടെ ഓർഡർ ഇത്തവണ കമ്പനി ലക്ഷ്യം വെക്കുന്നത്. BELന് 567 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. മുത്തൂറ്റ് മൈക്രോഫിൻ ഇവരുടെ AUM 1000 കോടി ആയി എന്നുള്ള ന്യൂസ് ഉണ്ട്. ആർട്ടിഫിൻ ഇന്ത്യ കമ്പനി ഇവർക്ക് 321 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. അരവിന്ദ് ഫാഷൻ കമ്പനി ഇവർ ഫ്ലിപ്കാർട്ട് ഇന്ത്യയിൽ 31% സ്റ്റേക്ക് അക്യൂർ ചെയ്തു. BLS ഇൻ്റർനാഷണൽ കമ്പനി വിസ സർവീസുകൾ ചെയ്യുന്ന കമ്പനിയാണ്. ഇവർ ആനുവൽ ഗ്രോത്ത് മോഡിഫൈ ചെയ്തു. 25% ആണ് അവർ എയിം ചെയ്യുന്നത്. VA ടെക് വെബാവ കമ്പനി സൗദി വാട്ടർ അതോറിറ്റിയിൽ നിന്ന് ഓർഡർ ലഭിച്ചു. വാരിയസ് എനർജി കമ്പനി ഇവർക്ക് 3.05 ജിഗാവാട്ടിൻ്റെ സോളാർ ഇൻവെർട്ടർ പ്ലാന്റ് ഗുജറാത്തിൽ സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള ഓർഡർ ലഭിച്ചു. ഹിന്ദുസ്ഥാൻ അർബൻ ഇൻഫ്ര കമ്പനി സ്റ്റോക്ക് സ്പ്ലിറ്റ് 1:5 അപ്രൂവ് ചെയ്തിട്ടുണ്ട്. എൻഡുറൻസ് ടെക് കമ്പനി ഇവർ എൻഡുറൻസ് കാസ്റ്റിംഗ് ആയിട്ട് ഇവർ മെർജർ അപ്രൂവ് ചെയ്തു. കുപ്പിഡ് ഇവർ സൗദിയിൽ FMCG കമ്പനി ലോഞ്ച് ചെയ്യുകയാണ്. സിൽവർ ടച്ച് ടെക് കമ്പനി ഇവർ നേവി ആയിട്ട് ഒരു പുതിയ ഇമ്പോർട്ടൻ്റ് ഓർഡർ ഇവർ ലഭിച്ചു. ഇത് കമ്പനി സ്റ്റോക്ക് ഇന്ന് 4% റാലി ഉണ്ടായിരുന്നു. കോഫിയുടെ എൻ്റർപ്രൈസസ് കമ്പനി ആക്സിസ് ബാങ്കായിട്ട് ഇവർ സെറ്റിൽമെൻ്റ് എല്ലാം തന്നെ ധാരണയായി. കോഫിയുടെ ഇന്ന് 7% റാലി രേഖപ്പെടുത്തി. സ്റ്റാലിൻ ഇന്ത്യ ഫ്ലോറോ കമ്പനി ഇവർക്ക് എൻവയോൺമെൻറ്റൽ ക്ലിയറൻസ് ലഭിച്ചിട്ടുണ്ട് ഇവരുടെ പുതിയ പ്ലാനിന്. സ്റ്റോക്ക് ഇന്ന് 5% റാലി രേഖപ്പെടുത്തി. മെഡി അസിസ്റ്റ് ഹെൽത്ത് കെയർ കമ്പനി ഇവർ മെഡി അസിസ്റ്റ് ഇൻഷുറൻസ് ആയിട്ട് മെർജ് ചെയ്തു, കമ്പനി അപ്രൂവ് ചെയ്തു. ഇൻഫിബിങ് അവന്യൂ കമ്പനി ഇവർ ഇന്ത്യയുടെ ആദ്യത്തെ ഫിനാൻഷ്യൽ വെൽനസ് UPI സിസ്റ്റം അവർ ലോഞ്ച് ചെയ്തു. നെസ്ലെ ക്യാപിറ്റൽ എക്സ്പാൻഷൻ 4,500 കോടി രൂപ മുടക്കാൻ തയ്യാറായിട്ടുണ്ട്. സ്പെക് ലിമിറ്റഡ് കമ്പനി ഇവർക്ക് 230 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള ന്യൂസുകൾ. അപ്പോൾ നമുക്ക് നാളെ രാവിലെ പ്രീ മാർക്കറ്റ് സെക്ഷനിൽ കാണാം. എല്ലാവർക്കും ശുഭരാത്രി. താങ്ക് യു.